നിങ്ങൾ ഇവിടെ നിന്ദകളും പരിഹാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും ഒന്നിനു പുറകെ മറ്റൊന്നായി നേരിടുമ്പോൾ നാം കാണാൻ പോകുന്നത് നമ്മുടെ നീതിയുള്ള ന്യായാധിപനെയാണ്. അതാ നമ്മൾ പാടിയത്, കണ്ടിടും കണ്ടിടും ഞാൻ. ആ കർത്താവ് വരുമ്പോൾ അവൻ പ്രതിഫലവുമായിട്ടാ വരുന്നത്. നിന്ദകൾ അനുഭവിച്ചവർക്കും വേദനകൾ അനുഭവിച്ചവർക്കും പൗലോസ്ലീഹയുടെ അവസാനത്തെ വാക്കുകൾ അതാണ്. ആ നീതിയുള്ള ന്യായാധിപൻ അവിടെ നിൽക്കുന്നത് ഞാൻ കാണുകയാ. നീറോയെ, വേഗം നിന്റെ വാളെടുത്ത് എന്റെ കഴുത്തൊന്ന് വെട്ടി മാറ്റ്. നീതിയുള്ള ന്യായാധിപൻ എനിക്ക് അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാ, എന്നെ സ്വീകരിക്കാം. നീറോയോട് താൻ പറയുന്നത് ഇങ്ങനെയായിരിക്കും, വേഗത്തിൽ നീ നിന്റെ വാൾ കൊണ്ട് എന്റെ കഴുത്ത് മുറിച്ചാട്ട്, എനിക്കവിടെ പ്രതിഫലം ഒരുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വാഞ്ച ഉണ്ടാകണം. നമ്മൾ പാടുന്നതും നമ്മൾ പ്രസംഗിക്കുന്നതും നമ്മൾ ഓടുന്നതും നമ്മൾ അധ്വാനിക്കുന്നതും മറ്റൊന്നുമല്ല, നമ്മുടെ അരുമനാഥനായ കർത്താവിന് വേണ്ടിയിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളെ വിട്ടുമാറാത്ത ഏതെങ്കിലും മുറുകെ പറ്റുന്ന പാപങ്ങളിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ? ദൈവത്തിന് ഇന്ന് പകൽ അതിനകത്തുനിന്നൊരു വിടുതൽ തരാൻ ആഗ്രഹമുണ്ട്. ദൈവം അതിനകത്തുനിന്ന് ഒരു വലിയ വിടുതൽ തരാൻ ഇന്ന് പകൽ ആഗ്രഹിക്കുമ്പോൾ അതിന്റെ നടുവിൽ ആര് പ്രാർത്ഥിക്കും? കർത്താവേ, എനിക്കൊരു വിടുതൽ വേണം. എന്നെ മുറുകെ പറ്റുന്ന ചില പാപങ്ങളുണ്ട്, അവിടെ എനിക്കൊരു വിടുതലില്ലെങ്കിൽ എനിക്ക് എന്റെ കർത്താവിനെ നേടാനായിട്ട് കഴിയത്തില്ല. മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണമെങ്കിൽ മുറുകെ പറ്റുന്ന പാപവും സകല ഭാരവും, the all weight lay aside the all sins. ആവശ്യമില്ലാത്ത പലതും ആവശ്യമുണ്ടെന്ന് കരുതി നമ്മൾ എടുത്തു വെച്ച് ഇങ്ങനെ സ്ട്രെസ് എടുക്കാതെ കുറെയൊക്കെ വിട്ടു മാറിയിട്ട് എനിക്ക് അല്പനേരം ഫ്രീ ആയിട്ടിരിക്കണം, എൻ്റെ ദൈവത്തിന്റെ മുമ്പാകെ എനിക്കൊന്ന് ഫ്രീ ആകണം എന്നുള്ളൊരു വലിയ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. We need to lay aside all the sins that encumber and those who are entangled. നമ്മളെ മുറുകെ പറ്റുന്ന, നമ്മളെ വെയിറ്റ് ആയിട്ട് നമ്മളെ ഇട്ട് സ്ട്രെസ് തരുന്ന എല്ലാറ്റിൽ നിന്നും നമുക്കൊരു ഫ്രീഡം ഉണ്ടാകണം. ആ ബോണ്ടേജിൽ നിന്ന് നമ്മൾ വിടിവിക്കപ്പെട്ട് പുറത്തു വരണം. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം.